ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതായിട്ട് അറിഞ്ഞു, ഈ എഥനോൾ നിർമ്മാണ ശാല അനുവദിക്കാനുള്ള തീരുമാനം കൂടിയാലോചനയില്ലാതെയാണ്, അതിന്റെ തെളിവ് നാളെ പുറത്തുവിടും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു. പിന്നെ ക്യാബിനറ്റ് രേഖ വലിയ തെളിവായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, നെറ്റുണ്ട്. അപ്പോൾ document.kerala.gov.in എന്ന വെബ്സൈറ്റ് ഒന്നിപ്പോൾ തുറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുക. document.kerala.gov.in ഫ്രം ഡേറ്റ് ടു ഡേറ്റ് രണ്ടും ജനുവരി 16, 2025 എന്ന് കൊടുക്കുക. ജനുവരി 16, 2025. ഡോക്യുമെന്റ് ടൈപ്പ് കാണും, അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന് സെലക്ട് ചെയ്യുക. മന്ത്രിസഭാ തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ മന്ത്രിസഭാ അനുമതിയുടെ സർക്കാർ ഉത്തരവ് ലഭിക്കും. അത് ഡൗൺലോഡ് ചെയ്താൽ മൂന്നാമത്തെ പേജ് മുതൽ മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്കുറിപ്പുകൾ, ക്യാബിനറ്റ് നോട്ട് കാണാൻ പറ്റും. അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ 16-ാം തീയതി ഈ ഉത്തരവ് ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഇന്ന് 29, 13 ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും. ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നിട്ടും അത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹം എന്തോ ഒരു തെളിവ് പുറത്തുവിട്ടതായി. ഇതാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത്. ഇത് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നയുടൻ 2016 ജൂലൈ 20 അന്നത്തെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്രമവും കുറിപ്പും ഉൾപ്പെടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അത് പ്രകാരം ഇതെല്ലാം ലഭ്യമാണ്. അപ്പൊ സർക്കാർ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ നടപടിക്കുറിപ്പുകൾ ലഭ്യമാക്കുന്നു. ആ നടപടിക്കുറിപ്പാണ് അദ്ദേഹം വലിയ തെളിവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇനി അത് വ്യക്താക്കുന്നത് എന്താ? അദ്ദേഹത്തിന്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ്. അതീവ രഹസ്യം, സർക്കാരിന് ദുരൂഹതയുണ്ട്, മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. ക്യാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ? ഇത്ര സുതാര്യമായിട്ട് ഏത് ഗവൺമെന്റാണ് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത്?